അപ്പോൾ ഈ പെയിൻ, ഈ നീര് വെച്ചിട്ട് ആ ഒരു പെയിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഡോസ് മെഡിസിനൊന്നും പെയിൻ കില്ലറൊന്നും തരാൻ പറ്റില്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഇങ്ങനെ ഈ മസിൽസ് വലിയുമ്പോൾ ഉള്ള ആ ഒരു പെയിൻ, നല്ല പെയിനുണ്ട്. പിന്നെ ഈ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സി എയും എസ് ഐ ഒക്കെ എന്നെ വിളിച്ചിട്ട് വണ്ടി നമ്പർ, കാര്യങ്ങൾ, ഫ്ലാറ്റ് ഉണ്ടോ, അദ്ദേഹത്തിന് എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോലീസ് ഊർജിതമായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു അഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അന്വേഷണത്തിൽ. എനിക്ക് യാതൊരു പരാതിയില്ല. ഇന്നിപ്പോൾ ഡോക്ടറെ കണ്ടു. ഫ്രാക്ചറൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഡോസ് കൂടിയ മരുന്ന് എനിക്ക് തരാൻ പറ്റില്ല. നല്ല പെയിനുണ്ട്, സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ബാർ കൗൺസിലിന് ഇന്നലെ തന്നെ എൻ്റെ പരാതി ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. സൈൻ ചെയ്തിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അവരത് എല്ലാവരും, ഹൈക്കോർട്ട് നമ്മുടെ ബാർ കൗൺസിലായാലും സുപ്രീം കോർട്ടിൽ നിന്ന് വരെ എനിക്ക് വിളിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ടാണ്. നമ്മുടെ ബാർ അസോസിയേഷൻ ആയാലും എല്ലാ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇനി ബാർ അസോസിയേഷനിൽ പോകുന്നുണ്ട്. എൻ്റെ റിട്ടേൺ കംപ്ലയിൻറ്റ് ബാർ അസോസിയേഷനിൽ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ കേരള പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ ശ്യാമിലിക്കുണ്ട്. അപ്പോൾ വനിതാ കമ്മീഷൻ അടക്കം ഇതിനകത്ത് ഇടപെടുകയും ചെയ്തു. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഇതിനകത്ത് ഏത് രീതിയിൽ ഇനി മുമ്പോട്ട് പോകണം എന്ന ശ്യാമിലിക്ക് ആഗ്രഹമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? ഇത് ഇപ്പോൾ നടക്കുന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. വളരെ നല്ല രീതി എല്ലാ ഭാഗത്തു നിന്നും, പോലീസിൻ്റെ ആയാലും ഈ വനിതാ കമ്മീഷൻ ആയാലും ഞങ്ങളുടെ അസോസിയേഷൻ ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയാണ്. എത്രയും പെട്ടെന്ന് നീതി കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് ഒത്തിരി കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും നന്ദിയുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് ഡോക്ടർമാർ പറഞ്ഞത് ഈ അടിച്ചതിൻ്റെ ഈ നീര് വന്നിട്ടുള്ള ആ പെയിനാണ്, ഫ്രാക്ചർ ഇല്ല എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഈ ജോലൈൻ്റെ ഇവിടെയും ഈ കണ്ണിൻ്റെ ഇവിടെ വിഷന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ പെയിൻ, ഈ നീര് വെച്ചിട്ട് ആ ഒരു പെയിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഡോസ് മെഡിസിനൊന്നും പെയിൻ കില്ലറൊന്നും തരാൻ പറ്റില്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഇങ്ങനെ ഈ മസിൽസ് വലിയുമ്പോൾ ഉള്ള ആ ഒരു പെയിൻ, നല്ല പെയിനുണ്ട്. പിന്നെ ഈ മാർക്സ് ഓഫീസിൽ ഇല്ല, കാരണം എനിക്ക് തോന്നുന്നു അവരൊക്കെ ഷോക്കായിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പ്രതികരണം അടിക്കുമെന്നൊന്നും ആരും വിചാരിച്ചില്ല. ഓഫീസിൽ ആ സമയത്ത് അഡ്വക്കേറ്റ് മിഥുന, പ്രിയ ചേച്ചി, ആനന്ദേട്ടൻ, ഞാൻ, സാറ്, ഞങ്ങൾ ഇത്രയും പേര് ഓഫീസിലുണ്ടായിരുന്നത്. ഞങ്ങൾ ക്യാബിനിൽ നിന്ന് സംസാരിച്ച് പുറത്തിറങ്ങി സാർ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കാതെ നിന്നപ്പോൾ ഞാൻ മിഥുനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് സാറെന്നെ അടിച്ചത്. അപ്പോൾ അടിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ട്, അവരെല്ലാവരും ഇതിന് സാക്ഷികളാണ്.